ഹലോ നമസ്കാരം. എൻ എച്ച് കിരണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയിലെ ലീഗൽ മെട്രോളജിയുടെ സിലബസ് ആണ്. അപ്പോൾ അതിൽ തന്നെ 5 സെക്ഷനായിട്ടാണ് സിലബസ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് സിസ്റ്റം ആണ്. അതിൽ തന്നെ സബ് ഡിവിഷൻ നാലെണ്ണം ഉണ്ട്, ABCD ഇങ്ങനെ. അതിൽ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് സെക്ഷൻ A ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൽ ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പും സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ എറേഴ്സ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, സ്കെയിൽ റേഞ്ച്, സ്കെയിൽ സ്പാൻ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇതൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു 2 മാർക്സിന് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി സെക്ഷൻ B എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ടോർക്സ്, ഡാമ്പിംഗ് സിസ്റ്റം, മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ, അതുപോലെ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് യൂസിങ് മൾട്ടിമീറ്റേഴ്സ്, ഓമീറ്റേഴ്സ്, എനർജി മീറ്റേഴ്സ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റേഴ്സ്. ഇതിൽ നിന്ന് ഒരു 3 മാർക്കിനാണ് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഇനി സെക്ഷൻ C എന്ന് പറയുന്നത് AC ആൻഡ് DC ബ്രിഡ്ജസ് ആണ്. അതും അതിൽ നിന്ന് ഒരു 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്ഷൻ D എന്ന് പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, അതിന്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം, അതുപോലെ തന്നെ അതിന്റെ പാറ്റേൺ, ഫ്രീക്വൻസി മെഷർമെന്റ്, ഫേസ് ആംഗിൾ മെഷർമെന്റ്, ഡ്യുവൽ ട്രേസ് ആൻഡ് DSO. ഇതിൽ നിന്നും ഒരു 3 മാർക്സിനാണ് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. അടുത്തതായിട്ട് വരുന്നത് പാർട്ട് 1B ആണ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഇതിൽ നിന്ന് ഒരു ടോട്ടൽ ഒരു 10 മാർക്സിനാണ് ചോദിക്കുന്നത്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ്. ഈ രണ്ട് പോർഷനിൽ നിന്നാണ് കമ്പ്യൂട്ടറിൽ മാർക്ക് 10 മാർക്സ് കവർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് 2B എന്ന് പറയുന്നത് കെമിസ്ട്രി ആണ്. അത് ടോട്ടൽ ഒരു 30 മാർക്സിനാണ് ചോദിക്കുന്നത്. അതിൽ ഒരു 10 മൊഡ്യൂൾസ് ഉണ്ട്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, 3 മാർക്സിന് ചോദിക്കും. ദെൻ അതിൽ തന്നെ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ടോപ്പിക് ഉണ്ട്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. അതിൽ 3 മാർക്സിനാണ് ചോദിക്കുന്നത്. അതിൽ കോൺസെൻട്രേഷൻ, മൊളാലിറ്റി, നോർമാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ദെൻ തേർഡ് വന്നിട്ട് ഇലക്ട്രോ കെമിസ്ട്രി 2 മാർക്സിന് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. ദെൻ അതിൽ ക്രോമാറ്റോഗ്രാഫി ഒക്കെ വരുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ വന്നിട്ട് പോളിമേഴ്സ് ആണ്. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്, ഹോമോപോളിമേഴ്സ് ആൻഡ് കോപോളിമേഴ്സ്, അഡീഷൻ ആൻഡ് കണ്ടൻസേഷൻ, പോളിമേഴ്സ്, തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റ്സ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫാണ്. അത് 3 മാർക്സിനാണ് ചോദിക്കുന്നത്. ദെൻ 7th മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫ്യൂവൽസ്, പ്രൊപ്പലൻസ്, എക്സ്പ്ലോസീവ്സ് ഒക്കെയാണ്. അതും ഒരു 2 മാർക്സിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് 8th മൊഡ്യൂൾ നാനോ മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ ഡെഫിനിഷനും ക്ലാസിഫിക്കേഷനും പ്രിപ്പറേഷൻസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് അതിൽ നിന്ന് വരുന്നത്, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അതും 3 മാർക്സിനാണ് ചോദിക്കുന്നത്. ദെൻ 9th സ്പെക്ട്രോസ്കോപ്പി ആണ്. അത് ഒരു 4 മാർക്സിന് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു സിലബസും അവർ പോർഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 10th ഈ പറഞ്ഞ മാതിരി എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ആണ്. അതിലും കുറച്ച് പോർഷൻ അധികം 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിക്സ് കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫിസിക്സ് ആണ്. ഫിസിക്സും 30 മാർക്സിന് തന്നെയാണ് ചോദിക്കുന്നത്. ദെൻ ഇതിനകത്ത് വന്നിട്ട് മെഷർമെൻറ്റ്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. 2 മാർക്സിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ 2 മെക്കാനിക്സ് ആണ്. അത് കുറച്ച് സിലബസിൽ കുറച്ച് കണ്ടന്റ് കൂടുതലാണ്. അത് 4 മാർക്സിനാണ് ചോദിക്കുന്നത്. ദെൻ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റേഴ്സ്, 3 മാർക്സിന് ചോദിക്കുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 4 വന്നിട്ട് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. 3 മാർക്സിന് ഉള്ള പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഒപ്റ്റിക്സ് ആണ്. അതൊരു 5 മാർക്സിനുള്ള ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സിലബസ് മീൻസ് പോർഷൻസ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് 5 മാർക്സിനാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ദെൻ മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. അത് 4 മാർക്സിന് ചോദിക്കും. ദെൻ മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആണ്, 2 മാർക്സിന്. ദെൻ മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. പിന്നെ അത് ഒരു 2 മാർക്സിന് ഉണ്ടാകും. ദെൻ മൊഡ്യൂൾ 9 ഇലക്ട്രോണിക്സ് ആണ്. ദെൻ അതൊരു 4 മാർക്സിന് ഉണ്ടാകും. ദെൻ മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. അത് ഒരു 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വന്നിട്ട് മാത്തമെറ്റിക്സ് ആണ്. മാത്തമെറ്റിക്സ് ഈ പറഞ്ഞ പോലെ ഒരു 10 മൊഡ്യൂൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ദെൻ 5th എന്ന് പറയുന്നത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, 6th സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ദെൻ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത്രയുമാണ് മാത്സിൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ മാത്സ് ചോദിക്കുന്നത് ഒരു ടോട്ടൽ 20 മാർക്സിനാണ് മാത്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.